ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ടിലേക്കാണ്. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ടിലേക്ക് പോകുന്നതിൻ്റെ വഴിയിൽ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളിലും പൂത്ത് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഗുൽമോഹർ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പേര് കേൾക്കുമ്പോൾ ഗുൽമോഹർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിചാരിക്കും ഇത് ഏതാണ് ഈ മരങ്ങൾ, പക്ഷേ നമ്മളിത് കണ്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പൂവാക എന്ന് പറയുന്ന പണ്ട് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് തടൽ വൃക്ഷമായിട്ട് നിന്നിരുന്നതാണ്. ഇപ്പോൾ പഴയ റോഡ് വികസനമൊക്കെ ആയിട്ട് മാറി പലയിടത്തും ഇത് മുറിച്ച് മാറ്റിയെങ്കിലും ഇന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെയായിട്ട് ഇത് കാണാൻ പറ്റും. പക്ഷേ ഇതൊരു കൂട്ടമായിട്ട് ഒരേ ലൈനിൽ നിർത്തിയേക്കുന്നത് കാണാൻ എന്ത് രസമാണെന്ന് നോക്കി. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഏകദേശം ഒരു തരിശായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. ഇത് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇതിൻ്റെ ഇത്രയും ഏരിയയിൽ ഗ്രീനറി അവർ വികസിപ്പിച്ചെടുത്തതാണ്. ഇവിടെ കാണുന്ന ഓരോ മരങ്ങളും അത് ഓരോന്നും അവർ ഒരു 8-9 വർഷം മുമ്പ് ഇവർ വെച്ച് പിടിപ്പിച്ച് ഫുൾ അതിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അതിലാണ് ഈ ഗുൽമോഹർ മരങ്ങളുമുള്ളത്. ഈ ഗുൽമോഹർ മരങ്ങൾ പൂക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കാലത്താണ്. നമ്മുടെ നാട്ടിൽ ഏപ്രിൽ മെയ്യിലാണെങ്കിൽ ഇവിടെ ജൂൺ ആയപ്പോഴാണ് ഇത് പൂത്തത്. ഏകദേശം ഒരു മാസത്തോളം ഇതേപോലെ നിൽക്കും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പൂ പോയിട്ട് സാധാ ഒരു മരമായിട്ടാണ് നിൽക്കാറ്, സാധാ ഒരു ഇലയും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഈ പൂക്കുന്ന സമയത്ത് ഇതിനെ കാണാനുള്ള ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തതാണ്. ഇത് പ്രത്യേകിച്ച് ഇത് കൂട്ടമായിട്ട് നിൽക്കുകയും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും അവിടെ നിൽക്കുന്ന മരങ്ങളുടെ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലോങ് വ്യൂ കിട്ടുന്നുണ്ട്. നമ്മുടെ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ഓരോയിടത്തും റോഡ് സൈഡിൽ അതുപോലെ തന്നെ ഇത് പൂ പൊഴിക്കുമ്പോഴും ആ തറയിലൊരു കാർപ്പറ്റ് ഇട്ടാണൊക്കെ നമുക്കിത് പൂ പൊഴിഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മൊട്ടുകൾ വിരിഞ്ഞ് വീഴുന്നത് ഇതുമാതിരി നമ്മൾ നെയിൽ ഫിക്സ് ചെയ്യുന്നത് പോലെ നമ്മൾ കുട്ടിക്കാലത്ത് അതെടുത്ത് വെച്ച് കളിക്കുകയൊക്കെ ചെയ്തതൊക്കെ എല്ലാവർക്കും ഓർമ്മ കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.